Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ക്ലിനിക്കൽ മൈക്രോബയോളജിയില് ബാക്ടീരിയോളജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൈക്രോബാക്ടീരിയോളജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, then വൈറോളജി, മൈക്കോളജി. ഇത്രയും അല്ലേ പറഞ്ഞു നിർത്തിയിരുന്നത് അല്ലേ? Yes, ma'am. അതെ മാം. ഓക്കെ ഓക്കെ, എല്ലാവരും പഠിച്ചോ? എല്ലാവരും വായിച്ചൊക്കെ കഴിഞ്ഞോ? അത് ഇതുവരെ ഉള്ളത് ഒന്നും ഡൗട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ, മാം. then നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഓക്കെ, ആ ടേബിൾ നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാം ആദ്യം. ഞാൻ മൈക്ക് ഓഫ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് പാരസൈറ്റോളജി. ഓക്കെ, പാരസൈറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? പാരസൈറ്റോളജി സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ് ആണ് അല്ലെ? അതായത് പരാതങ്ങള്, നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും വിരകള്. ഓക്കെ, അപ്പോ വിരകളെ കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളെ കുറിച്ചുള്ള പഠനത്തെ എന്ത് പറയുന്നത്? പാരസൈറ്റോളജി എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ് ആൻഡ് പാരസൈറ്റ്സ് ഡിസീസസ് ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ് ആൻഡ് പാരസൈറ്റ്സ് ഡിസീസസ്. ഓക്കെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് വിരയുടെ മരുന്നുകളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ? ഒരു 6 മാസം കൂടുമ്പോൾ എന്ത് കൊടുക്കാറുണ്ട്? വിരയുടെ മരുന്നുകളൊക്കെ കൊടുക്കാറുണ്ട്. അത് കൊടുത്തില്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ? എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അബ്ഡോമിനൽ ഇൻഫെക്ഷൻ, അവർക്ക് ഇടക്കിടക്ക് ഉണ്ടാകുന്ന വയറുവേദന, അതുപോലെ തന്നെ ഡയറിയ, വയറിളക്കം പോലുള്ള കാര്യങ്ങളൊക്കെ ഈ പാരസൈറ്റ്സ് മൂലമാണ് ഉണ്ടാവുന്നത് കേട്ടോ. ഓക്കെ, എക്സാമ്പിൾ എഴുതാം, അബ്ഡോമിനൽ ഇൻഫെക്ഷൻ, then diarrhea കേട്ടോ, ഡയറിയ. ഓക്കെ, അപ്പൊ സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ് ആൻഡ് പാരസൈറ്റ്സ് ഡിസീസിനെയാണ് എന്ത് പറയുന്നത്? പാരസൈറ്റോളജി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് അബ്ഡോമിനൽ ഇൻഫെക്ഷൻ ആൻഡ് ഡയറിയ. ഓക്കെ, then നമുക്ക് അടുത്ത നോക്കാം. അടുത്ത എന്താ പറയുന്നത്? ഇമ്മ്യൂണോളജി ആണ് അല്ലെ? ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന അസുഖങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്? ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് അതിന്റെ നോട്ട് പോലെ എഴുതുക, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഇമ്മ്യൂണോളജി, the test used to diagnose congenital സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞുതരാം. CONGENITAL, കൺജനിറ്റൽ എന്ന് പറയുന്നതിന്റെ മീനിങ് ജന്മനാ ഉള്ളത് കേട്ടോ. ജന്മനാ ഉള്ളതാണ് കൺജനിറ്റൽ. or acquired spelling ACQUIRED, acquired disease of immune system. ഓക്കെ, ഇവിടെ പറയുന്നത് കൺജനിറ്റൽ എന്ന് പറയുന്നുണ്ട് അല്ലെ? അതായത് ജന്മനാ ഉള്ളതും അതുപോലെ തന്നെ അക്യൂർഡ് എന്ന് പറഞ്ഞാല് ആർജിച്ചെടുത്തതുമായിട്ടുള്ള അസുഖങ്ങൾ. ഓക്കെ, അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നും കൂടി പറയാം. The test used to diagnose congenital or acquired disease of immune system. എഴുതിയോ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു കൺജനിറ്റൽ എന്ന് പറഞ്ഞാൽ ജന്മനാ ഉള്ളതാണ്. അക്യൂർഡ് എന്ന് പറഞ്ഞാൽ ആർജിച്ചെടുക്കുക മീൻസ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് കേട്ടോ പറയുന്നത്. ഓക്കെ,
അപ്പോ നമ്മുടെ പ്രതിരോധ ശേഷിയെ, നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് അതൊന്നുകിൽ ജന്മനാ ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ ആർജിച്ചെടുക്കുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പോലുള്ള അസുഖങ്ങളായിരിക്കാം. ഓക്കെ, അതാണ് നമ്മുടെ പ്രതിരോധ ശേഷിയെ ബാധിക്കുന്നത്. ഇനി അതിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്ന ഒരു അസുഖം നിങ്ങളൊന്ന് കമന്റ് ചെയ്യാമോ? എന്താണ് ജന്മനാ ഉള്ളത് അല്ലെങ്കിൽ ആർജിച്ചെടുത്തത് അല്ലെ? അപ്പൊ എന്തായിരിക്കും അത്? നമുക്ക് ടൈപ്പ് 1 ഡയബറ്റീസ് പറഞ്ഞൂടെ അല്ലെ? അത് കൺജനിറ്റൽ അല്ലേ, പാരമ്പര്യമല്ലേ, ജന്മനാ ഉള്ളതല്ലേ. ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അത് തലമുറകളായിട്ട് എന്ത് ചെയ്യും, നമ്മളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മക്കളിലേക്കോ എന്ത് ചെയ്യും, അത് വരും അല്ലെ? അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്, കൺജനിറ്റൽ എന്ന് പറയുന്നത്. ഇനി അക്വേർഡ്, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മൂലം എന്താകുന്നുണ്ട്, നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന ധാരാളം രോഗങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ? ഓക്കെ, അപ്പോ പ്രമേഹം എന്ന് പറയുന്നത് ഒന്നുകിൽ കൺജനിറ്റൽ ആകാം, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖം കൂടി ആകാം. ഓക്കെ, അപ്പോ എക്സാമ്പിൾ എഴുതാം, ടൈപ്പ് 1 ഡയബറ്റിക്സ്. ഓക്കെ, അടുത്തത് സെറോളജി ആണ് കേട്ടോ. സെറോളജി, അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് എഴുതിക്കോളൂ. ടെസ്റ്റ് യൂസ്ഡ് ടു find special antibodies. Test used to find special antibodies in the blood. Test used to find special antibodies in the blood. എന്താ പറയുന്നത്, അതായത് നമ്മുടെ ശരീരത്തിലുള്ള, നമ്മുടെ ബ്ലഡിലുള്ള സ്പെഷ്യൽ ആന്റിബോഡീസിനെ ഫൈൻഡ് ചെയ്യുന്നതിനായിട്ടാണ് അതിനെ കുറിച്ചുള്ള പഠനമാണിത് സെറോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മൂലം ബ്ലഡിനകത്ത് ആന്റിബോഡീസ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് സെറോളജി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം, നമ്മൾക്ക് എന്തെങ്കിലും ഒരു രോഗം ഉണ്ടായി കഴിഞ്ഞാല് നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നുണ്ട്, അതിനെതിരെ ആന്റിബോഡീസ് ഉത്പാദിപ്പിക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് ആന്റിബോഡീസ് ഉത്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സെറോളജി എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. ബ്ലഡിനുള്ളിലെ ആന്റിബോഡീസിനെ ഫൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം, COVID-19 അല്ലെ? ധാരാളം ആളുകളെ ഭീതിയിലാഴ്ത്തിയിട്ടുള്ള ഒരു രോഗമാണല്ലോ COVID-19 എന്ന് പറയുന്നത്. ആ രോഗത്തിന് ആദ്യമേ തന്നെ മരുന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ? സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാണ്, അതായത് ഈ രോഗാണു അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാല് ആന്റിബോഡീസ് കൃത്യമായിട്ട് ഉത്പാദിപ്പിക്കുന്ന ആളുകളിൽ ആ രോഗത്തെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ട് എഴുതാം COVID-19. ഓക്കെ, അപ്പോ ക്ലിനിക്കൽ മൈക്രോബയോളജി നമ്മളിപ്പോ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബാക്ടീരിയോളജി പറഞ്ഞു, മൈക്രോബാക്ടീരിയോളജി പറഞ്ഞു, വൈറോളജി, മൈക്കോളജി, പാരസൈറ്റോളജി ആൻഡ് ഇമ്മ്യൂണോളജി, ദെൻ സെറോളജി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ദെൻ അടുത്തത് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി കേട്ടോ. ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയില് ഫസ്റ്റ് വൺ വരുന്നത് ബയോകെമിക്കൽ അനാലിസിസ് ആണ് കേട്ടോ. ബയോകെമിക്കൽ അനാലിസിസ്. ഓക്കെ, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് എന്ന് തന്നെ ആദ്യം മനസ്സിലേക്ക് വരണം കേട്ടോ. ബ്രാക്കറ്റിലൊന്നും കെമിക്കൽസ് എന്ന് എഴുതാം. ദെൻ നമുക്ക് ബയോകെമിക്കൽ അനാലിസിസ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ അതൊന്ന് എഴുതാട്ടോ. എന്താണ് ബയോകെമിക്കൽ അനാലിസിസ് പറയുന്നത്? The test used to study the presence of enzymes, proteins, lipids in human body.
The test used to study the presence of enzymes, proteins, lipids in human body. Okay. Enzymes, proteins, lipids in human body. Okay. അപ്പോ നമ്മുടെ ശരീരത്തിലുള്ള മനുഷ്യ ശരീരത്തിലുള്ള എൻസൈംസിനെയും പ്രോട്ടീൻസിനെയും ലിപ്പിഡ്സിനെയും അതിന്റെയൊക്കെ പ്രസൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണിത് ഈ ഒരു ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ് LFT. ഓക്കെ, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്. ഓക്കെ, നമ്മുടെ എൻസൈംസ് പ്രോട്ടീൻസ് അതിന്റെയൊക്കെ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു ടെസ്റ്റ്. അതിനുള്ള ഉദാഹരണമായിട്ട് പറയാവുന്നത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് LFT. LFT എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ, അതായത് നമ്മുടെ കരളിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് അല്ലെ. ഇപ്പൊ ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങളൊക്കെ ഇപ്പൊ സ്കാനിലൊക്കെയാണ്, അതൊരു സ്കാനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഏകദേശം മനസ്സിലാവും നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന്. പക്ഷെ കരളിന്റെ പ്രവർത്തനങ്ങളെ അത് എത്രത്തോളം എഫക്ട് ചെയ്തെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റിന് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്താണ് കുറച്ചുകൂടി നമ്മുടെ സാധാരണ ടെസ്റ്റുകളിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് കുറച്ചുകൂടി എമൗണ്ട് കൂടുതൽ വേണ്ടി വരുന്ന ഒരു ടെസ്റ്റ് ആണ് LFT ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് SGOT, SGPT, then ബിലിറുബിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. അതിന്റെയൊക്കെ അളവ് ഈ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ബയോകെമിക്കൽ അനാലിസിസ് കേട്ടോ. പിന്നെ അടുത്തത് ഹോർമോണൽ അസേസ് എഴുതാം കേട്ടോ. ഹോർമോണൽ അസേസ് എന്നിട്ട് എഴുതാം used to confirm the hormonal abnormalities. Used to confirm the hormonal abnormalities. Okay. അതായത് ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അതായത് ഹോർമോണൽ അബ്നോർമാലിറ്റീസ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതാണ് വിലയിരുത്തൽ എന്നാണ്. അസൈസിന്റെ മീനിങ് വരിക വിലയിരുത്തൽ എന്നാണ് കേട്ടോ. അപ്പോ ഹോർമോണൽ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ കണ്ടെത്തുന്നതിനും അതിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് എന്ത് ഈ ഒരു ഹോർമോണൽ അസൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്കറിയാം ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ധാരാളം രോഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് മനുഷ്യർക്കിടയിൽ വരുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ പറയണമെങ്കിൽ എന്ത് എക്സാമ്പിൾ പറയാം നമുക്ക്? ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് നമുക്ക് വരുന്ന രോഗങ്ങള് പ്രത്യേകിച്ച് സ്ത്രീകളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ഡിസീസ് വരാറുണ്ട് അല്ലെ. എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്ത് നിങ്ങള്. ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? PCOD അല്ലെ, PCOD, PCOS, തൈറോയിഡ്, then ഒബിസിറ്റി അല്ലെ. ഒബിസിറ്റി പോലുള്ള രോഗങ്ങളൊക്കെ എന്താണ് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്നതാണ് അല്ലെ. അപ്പൊ നമ്മൾ ഒരാളെ കണ്ടാൽ അയാൾ ഭയങ്കര തടിച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അയാൾ ഫുഡ് കഴിച്ചിട്ടാണ് അങ്ങനെ വെയിറ്റ് വെച്ച് വരുന്നത് അല്ലെ. പക്ഷെ അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് എന്ത് വരാം? ഒബിസിറ്റി വരാം. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് നമുക്ക് ഇനി ഹയറാർക്കി നോക്കാം കേട്ടോ. ഹയറാർക്കി എന്താണെന്ന് നോക്കാം. അതായത് ഒരു ലബോറട്ടറിയിലെ പൊസിഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട്, ദെൻ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ എഡ്യൂക്കേഷണൽ ട്രെയിനിങ്ങും കൂടി എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഹയറാർക്കി എന്ന് പറയുമ്പോൾ അധികാര ശ്രേണി എന്നാണ്. മുകളിൽ നിന്ന് താഴേക്ക് ഏറ്റവും ടോപ്പ് തുടങ്ങി ഏറ്റവും താഴെ അതായത് ബോട്ടം ലെവലിൽ വരെയുള്ള കാര്യങ്ങള്, അതായത് ഏറ്റവും ടോപ്പിലെ ആളുകൾ തുടങ്ങി താഴേക്കിടയിലുള്ള അങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു പൊസിഷൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് ആദ്യത്തെ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ലബോറട്ടറി ഡയറക്ടർ ആണ്. ഓക്കെ, ലബോറട്ടറി ഡയറക്ടർ. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. ഡോക്ടറൽ ഡിഗ്രി, MD, PhD,
Sometimes a medical laboratory scientist board certification are recommended. Okay, doctoral degree ഉള്ള വ്യക്തി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലെ. ഈ ഡോക്ടറൽ ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒന്നില്ലെങ്കിൽ MD ആകാം അല്ലെങ്കിൽ PhD ആകാം. ഓക്കെ, MD എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, അതായത് MBBSന് ശേഷം എന്ത് ചെയ്യുന്നത്, ഒരു എന്താ പറയാ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നത് അല്ലെ, അതിനെയാണ് എന്ത് പറയുന്നത്, MD എന്ന് പറയുന്നത് കേട്ടോ. ഈ MD എന്ന് പറയുന്ന വാക്ക് വന്നത് ഇതൊരു ലാറ്റിൻ, അതായത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള മെഡിസിന ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ നിന്നാണ് അതിന്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള MD എന്ന് പറയുന്ന ആ ഒരു പദം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോ MBBS കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഡോക്ടേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, പ്രത്യേകം എന്ത് ചെയ്യാറുണ്ട്, MD ചെയ്യാറുണ്ട് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ PhD എടുക്കുന്ന ആളുകളുണ്ട് അല്ലെ, അതായത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റൻസീവ് ആയിട്ടുള്ള നോളജ് ഉപയോഗിച്ച് തിയറീസ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, PhD എടുക്കുന്ന ആളുകളും ഉണ്ട്. ഓക്കെ, അവരും എന്ത് തന്നെയാണ്, ഡോക്ടേഴ്സ് തന്നെയാണ് അല്ലെ. അപ്പോ ഈ രണ്ട് ക്വാളിഫിക്കേഷനും പറയുന്നുണ്ട്, ഏതെങ്കിലും ഒന്നെന്നാണ് പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നില്ലെങ്കിൽ MD അല്ലെങ്കിൽ PhD. അപ്പോ ആ ഒരു എന്താ പറയാ, ആ ഒരു ക്വാളിഫിക്കേഷൻ ഒരു ലബോറട്ടറി ഡയറക്ടർക്ക് ഉണ്ടായിരിക്കണം. then ഇവിടെ പറയുന്നുണ്ട്, പലപ്പോഴും ഒരു മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ബോർഡ് സർട്ടിഫൈ ചെയ്യുന്ന ഒരു ഡോക്ടർ ആയിരിക്കണം എന്ന് പറയുന്നത്. അതായത് ലബോറട്ടറി സയന്റിസ്റ്റ് ബോർഡ് ഉണ്ട് അല്ലെ, സയന്റിസ്റ്റ് ബോർഡ് ഉണ്ട്. ആ ഒരു സയന്റിസ്റ്റ് ബോർഡ് റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അയാള് സർട്ടിഫൈ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം ലബോറട്ടറി ഡയറക്ടർ ആയിരിക്കേണ്ടത്. ഓക്കെ, അതാണ് ഇദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. ദെൻ ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ പ്രത്യേകം പഠിക്കാനുള്ളത്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാല് ആളുകളുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഓക്കെ, ക്വാളിഫിക്കേഷൻ ജസ്റ്റ് വായിച്ചു പോകാവുന്നത് മാത്രമേ ഉള്ളൂ. റെസ്പോൺസിബിലിറ്റീസിനാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. ഓക്കെ, then controls and manage all lab operations and ensure quality patient care, explains test result with the consulting pathologist. ഒരു ലാബിലെ എല്ലാത്തരം കാര്യങ്ങൾ, എല്ലാത്തരം പ്രവർത്തനങ്ങള് നിയന്ത്രിക്കുകയും അത് മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ആര്, ലബോറട്ടറി ഡയറക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പേഷ്യൻസിന് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കുകയും നല്ല രീതിയിലുള്ള ഒരു പേഷ്യന്റ് കെയർ കൊടുക്കുകയും ചെയ്യേണ്ടത് ലബോറട്ടറി ഡയറക്ടർ ആണ്. കൂടാതെ ടെസ്റ്റ് റിസൾട്ടുകൾ, അതായത് പേഷ്യൻസിന്റെ ടെസ്റ്റ് റിസൾട്ടുകൾ കൺസൾട്ടന്റ് പാത്തോളജിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്, അതും ലബോറട്ടറി ഡയറക്ടറാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു രോഗവുമായിട്ട് എന്റെ ഡോക്ടറെ അടുത്ത് വന്നു, ഡോക്ടർ എനിക്ക് ടെസ്റ്റുകൾ സജസ്റ്റ് ചെയ്തു, അതായത് ചെയ്യാനായിട്ട് പറഞ്ഞയച്ചു. ഞാനൊരു ലാബിൽ ചെന്നിട്ട് അത് ചെയ്യുന്നു. ഓക്കെ, അതിന്റെ റിസൾട്ടിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും കാണുവാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ലബോറട്ടറി ഡയറക്ടർ എന്ത് ചെയ്യും, എന്റെ ഡോക്ടറുമായിട്ട് എന്റെ ടെസ്റ്റ് റിസൾട്ട് എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ലബോറട്ടറി ഡയറക്ടർ എന്ന് പറഞ്ഞാല് ഒരു ലാബിലെ എല്ലാത്തരം പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, അത് മാനേജ് ചെയ്യുന്നു, പേഷ്യന്റിന് ഉയർന്ന നിലവാരത്തിലുള്ള കെയർ കൊടുക്കുന്നു. അതുപോലെ തന്നെ ടെസ്റ്റ് റിസൾട്ടുകൾ പാത്തോളജിസ്റ്റുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ ലബോറട്ടറി ഡയറക്ടർ? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ ടെക്നിക്കൽ സൂപ്പർവൈസർ കേട്ടോ. ടെക്നിക്കൽ സൂപ്പർവൈസർ അത് നോക്കാം നമുക്ക് ആരാണെന്ന്. Doctoral degree, MD or PhD, maybe master's or bachelor's degree experience with the board certification. Okay, അതായത് എന്താ പറയാ, ഈ ഇദ്ദേഹത്തിനും എന്ത് വേണം, ഡോക്ടറൽ ഡിഗ്രി വേണം, MD അല്ലെങ്കിൽ PhD എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലബോറട്ടറി ഡയറക്ടർ പോലെ തന്നെ പിന്നെ പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട് എന്താണ്, ബോർഡ് ശുപാർശ ചെയ്യുന്ന ലാബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് ഡിഗ്രി PG വിത്ത് എക്സ്പീരിയൻസും കൂടി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് ലാബുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു, അതായത് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ സബ്ജക്റ്റിൽ എന്തുണ്ടായിരിക്കണം, ഒന്നില്ലെങ്കിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ എക്സ്പീരിയൻസോട് കൂടിയിട്ടുള്ള ആളായിരിക്കണം ആര്, ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത്.
ഓക്കെ. ദെൻ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് നോക്കാം. പ്രൊവൈഡ് സൂപ്പർവിഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫങ്ഷൻസ് ഓഫ് ദ ലാബ്. അപ്പൊ ഈ ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വിചാരിക്കുക ആ ലാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നിക്കൽ ഏരിയ കൈകാര്യം ചെയ്യുന്നത് ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ്. ഓക്കെ. ആ ലാബുമായി ബന്ധപ്പെട്ടുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ടെക്നിക്കലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിന് സൂപ്പർവിഷൻ കൊടുക്കുന്നത് ഈ ഒരു ടെക്നിക്കൽ സൂപ്പർവൈസർ ആണെന്ന് മനസ്സിലോർത്ത് വെക്കുക കേട്ടോ. ദെൻ മൂന്നാമത്തത് ജനറൽ സൂപ്പർവൈസർ ആണ്. ഓക്കെ. May be the same person as the lab director or technical supervisor depending on lab and experience. MLS, MT or MLT may qualify. Okay. അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കണം. ഓക്കെ. അതായത് മുകളിൽ കൊടുത്തിരിക്കുന്ന അതായത് മറ്റുള്ള അതിപ്പോ ടെക്നിക്കൽ സൂപ്പർവൈസർ ആയാലും അങ്ങനെയുള്ള ഒരു യോഗ്യത ഉള്ള ആളായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ലാബ് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തില് MLS അല്ലെങ്കിൽ MT അല്ലെങ്കിൽ MLT ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. MLS എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ ലബോറട്ടറി സയൻസ്. എഴുതി വെച്ചോളൂ കേട്ടോ. മെഡിക്കൽ ലബോറട്ടറി സയൻസിനെയാണ് MLS എന്ന് പറയുന്നത്. അത് പാസ്സായി കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ. അപ്പോ MLS എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. അത് പാസ്സായി കഴിയുന്ന ഒരു വ്യക്തിയെ നമ്മൾ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് എന്നാണ് വിളിക്കുക. അപ്പൊ രണ്ടു തരത്തിൽ നമുക്ക് MLS പറയാം. മെഡിക്കൽ ലബോറട്ടറി സയൻസ് എന്നും പറയാം, പിന്നെ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് എന്നും പറയാം. ഓക്കെ. ഇനി രണ്ടാമത്തത് MT അല്ലെ. MLS അല്ലെങ്കിൽ MT ഇവിടെ ഒരു സ്ലാഷ് ഇട്ടിട്ടുണ്ട് അല്ലെ. MT എന്ന് പറഞ്ഞാല് മെഡിക്കൽ ടെക്നോളജി. ഓക്കെ. മെഡിക്കൽ ടെക്നോളജി. അത് പാസ്സായി കഴിഞ്ഞിട്ടുള്ള ഒരാളെ നമ്മള് മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് വിളിക്കും. ഓക്കെ. മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് വിളിക്കും. ഓക്കെ. മെഡിക്കൽ ടെക്നീഷ്യൻ. മെഡിക്കൽ ടെക്നീഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലാബ് റിസൾട്ടുകളൊക്കെ ടൈപ്പ് ചെയ്യാനൊക്കെ സഹായിക്കില്ലേ? ആ ഒരു വ്യക്തിയാണ് എന്ത്? മെഡിക്കൽ ടെക്നീഷ്യൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ. അത് ടൈപ്പ് സെറ്റ് ചെയ്ത് ചെയ്യുന്നത് ഈ ഒരു MT ആണ് കേട്ടോ. Then or MLT may qualify. ഇനി MLT അല്ലെ. MLT കോഴ്സുകൾ എല്ലാവർക്കും പരിചിതമാണ് അല്ലെ. മെഡിക്കൽ ലബോറട്ടറി എന്താണ്? ടെക്നോളജി. ഓക്കെ. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സ് പഠിച്ചിട്ടുള്ള ആളുകളാണ് എന്തെന്നറിയപ്പെടുക? മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ എന്ന് അറിയപ്പെടുക. ഓക്കെ. അപ്പൊ ഓർത്ത് വെക്കുക. ദെൻ ഈ 3 കോഴ്സുകൾ ഞാനിപ്പോ പറഞ്ഞല്ലോ, അതിനകത്ത് കുറച്ചും കൂടി എന്താ പറയാ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കാവുന്നത് MLS ആണ് കേട്ടോ. MLS ആണ് MT-യെക്കാളും MLT-നേക്കാളും കുറച്ചും കൂടി മുകളിൽ നിൽക്കുന്നത്. ഓക്കെ. സയന്റിസ്റ്റ് എന്ന് പറയുമല്ലോ അവരെ. ഓക്കെ. ഇനി അവരുടെ റെസ്പോൺസിബിലിറ്റീസ്. ജനറൽ സൂപ്പർവൈസറിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നോക്കാം. പ്രൊവൈഡ് സൂപ്പർവിഷൻ ഓഫ് ഡേ ടു ഡേ ഫങ്ഷൻസ് ഓഫ് ദ ലാബ്. ഒരു ലാബിൽ നടക്കുന്ന ഡേ ടു ഡേ അതായത് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? അത് ജനറൽ സൂപ്പർവൈസർ ആണ്. ഓക്കെ. ക്ലിയർ ആണോ? ജനറൽ സൂപ്പർവൈസറാ? തന്നെ അടുത്തത് കേട്ടോ. Medical Laboratory Technician, Associate Degree and completion of accredited MLT or certificate program, licensure certification may be required by employees. Okay. Medical Laboratory Technician അഥവാ MLT എന്ന് പറയുന്നത് അംഗീകൃത MLT കോഴ്സ് പാസ്സായിട്ടുള്ള വ്യക്തിയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു ലബോറട്ടറിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ജോലി വേണമെങ്കിൽ അല്ലെ, ലാബുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ MLT കോഴ്സ് പാസ്സായിരിക്കണം. ഓക്കെ. അപ്പൊ അതവരെന്ത് ചെയ്യും? സർട്ടിഫിക്കറ്റ് എംപ്ലോയിയുടെ കയ്യിൽ എന്ത് ചെയ്യും? മേടിച്ചു വെക്കും അല്ലെ. അപ്പോ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആവണമെങ്കിൽ അംഗീകൃത MLT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഓക്കെ. ദെൻ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പെർഫോംസ് കസ്റ്റമറി ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓൺ ടെസ്റ്റ് അണ്ടർ സൂപ്പർവിഷൻ MLS MT. ഓക്കെ. അതായത് കസ്റ്റമറി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പതിവ് എന്നാണ്. ഓക്കെ. കസ്റ്റമറി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പതിവ് പരിശോധനകൾ അല്ലെ. അതൊരു ലബോറട്ടറിയിലെ പതിവ് പരിശോധനകൾ നടത്തുന്നു. ആരുടെ മേൽനോട്ടത്തില്? MLS-ന്റെയും MT-യുടെയും മേൽനോട്ടത്തില് പതിവ് പരിശോധനകൾ നടത്തുന്നത്
MLT, അതായത് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. ഓക്കെ, ദെൻ അടുത്തത് ഫ്ലബോട്ടമിസ്റ്റ്. ഓക്കെ, ഫ്ലബോട്ടമിസ്റ്റ് ആരാണെന്ന് നോക്കാം നമുക്ക്. PBT എന്നാണ് ഷോർട്ട് പറയാ. ഹൈസ്കൂൾ ഡിഗ്രി ആൻഡ് ട്രെയിനിങ് ഓർ വർക്ക് എക്സ്പീരിയൻസ്. ഓക്കെ, +2 വിദ്യാഭ്യാസം കൂടാതെ ലാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കണം ആരാവേണ്ടത്? ഫ്ലബോട്ടമിസ്റ്റ് ആയിരിക്കേണ്ടത് കേട്ടോ. +2 വിദ്യാഭ്യാസം കൂടാതെ ലാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്ത് ചെയ്തിരിക്കണം? ഡിപ്ലോമ, അല്ലെ, ഡിഗ്രി ചെയ്തിട്ടുള്ള ആളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു വ്യക്തി ആകേണ്ടത്. ഓക്കെ, അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഗ്യാദേഴ്സ് ബ്ലഡ് സാമ്പിൾസ് ഫ്രം പേഷ്യന്റ് ഫോർ ലാബ് ടെസ്റ്റ്. പേഷ്യന്റ് പക്കൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുന്നത് ആരാണ്? ഫ്ലബോട്ടമിസ്റ്റ് ആണ്, അല്ലെ. നമ്മളിപ്പോ ഒരു ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞാല് നമ്മുടെ സാമ്പിൾ ആരോ എടുക്കുന്നത് അവരെ നമുക്ക് എന്ത് വിളിക്കാം? ഫ്ലബോട്ടമിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ആണ് കേട്ടോ. ഫ്ലബോട്ടമിസ്റ്റ് എന്നാ പറയാ, ഫ്ലബോട്ടമിസ്റ്റ് എന്ന് പറയുള്ളൂ കേട്ടോ. അങ്ങനെയാ പറയാ. നെക്സ്റ്റ് വൺ ഇൻഫ്രാസ്ട്രക്ചർ കേട്ടോ. Infrastructure of the laboratory changes with the needs of the clinical research service provided by the laboratory, but the basic needs should meet the regulatory and international standards. Infrastructure of a laboratory directly affects the quality of research data, efficiency and the safety of laboratory workers. Okay, അതായത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാന സൗകര്യങ്ങൾ എന്നാണ് അല്ലെ അർത്ഥം. ഒരു ലബോറട്ടറിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് അത് അവിടെ കൊടുക്കുന്ന സേവനങ്ങൾക്കനുസരിച്ചിട്ടാണ് നിർണ്ണയിക്കപ്പെടുന്നത്. ഓക്കെ, അതായത് ഒരു ചെറിയ ലബോറട്ടറി ആണെങ്കിൽ അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ബേസിക് ആയിരിക്കും, അല്ലെ. അതായത് വളരെ തുച്ഛമായിട്ട് അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി വലിയൊരു ലബോറട്ടറി ആണെങ്കിൽ അവിടെ കൊടുക്കുന്ന ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ലാബ് കൊടുക്കുന്ന സേവനങ്ങളെ നമുക്ക് നിർണ്ണയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി എല്ലാ ലാബുകൾക്കും അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആരാണ് അങ്ങനെ പറയുന്നത്? റെഗുലേറ്ററി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ് പറയുന്നത്. എല്ലാ ലാബുകൾക്കും, അതായത് നമ്മുടെ നാട്ടിൻ പുറമെന്നോ അല്ലെങ്കിൽ നഗരങ്ങളെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ ലാബുകളും എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ ലാബുകൾക്കും അടിസ്ഥാന, അതായത് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് പറയുന്ന ആളുകൾ എന്ന് പറയുന്നത് റെഗുലേറ്ററി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ്. ഇവര് പറഞ്ഞ പ്രകാരം അങ്ങനെയുള്ള രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമാണ് ഒരു ലബോറട്ടറിക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ പ്രത്യേകം അറിഞ്ഞിരിക്കാം, ഒരു ലബോറട്ടറി നല്ല രീതിയിൽ വർക്കിംഗ് ആവണമെങ്കിൽ ബേസിക് ആയിട്ട് ചില സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ആ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് റെഗുലേറ്ററി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ലൈസൻസ് ആ സ്ഥാപനത്തിന് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ എന്ത് ചെയ്യാം? ക്വാളിറ്റിയോടുകൂടി പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കാം. അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ടെസ്റ്റുകൾ, അതായത് കൂടുതൽ ടെസ്റ്റുകൾ നടത്താൻ പറ്റുകയും അതിന്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുള്ളൂ, അല്ലെ. അതുമൂലമാണ് നമുക്ക് പേഷ്യൻസിന് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ, അല്ലെ, ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എഫിഷ്യൻസിയും അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ സുരക്ഷയും ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട്, അതായത് അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പൊ ക്ലിയർ ആയോ പറഞ്ഞത്? പ്രത്യേകിച്ചും ഇത് തന്നെ പറയുന്നത്, അതായത് കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എല്ലാ ഹോസ്പിറ്റലുകൾ, അല്ലെ, എല്ലാ ലബോറട്ടറികളിലും എന്ത് വേണം? അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ആ ലാബ് എന്ത് ചെയ്യുന്നത്?
സർവീസ് ചെയ്യുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിന്റെ ഹയർ അതോറിറ്റി ഇതിന് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ ഒരു അതായത് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ ബേസിലാണ് അവിടെയുള്ള ടെസ്റ്റുകളുടെ റിസൾട്ട്, അവിടെയുള്ള വർക്കേഴ്സിന്റെ സേഫ്റ്റി, അവരുടെ എഫിഷ്യൻസി ഒക്കെ എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഓക്കെ, അറിയാൻ പാടില്ലാത്തത് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് നോട്ടിലൊന്ന് എഴുതി വെക്കണം കേട്ടോ പറയുന്ന കാര്യങ്ങള്. The next one, the management of the laboratory is responsible for providing sufficient resource to staff, guarantee efficient working of a laboratory. Okay, അതായത് ഒരു ലബോറട്ടറിയുടെ നടത്തിപ്പുകാരൻ അല്ലെ, ഒരു ലബോറട്ടറി നടത്താൻ അവരുടെ മാനേജ്മെന്റ് ഉണ്ടല്ലോ, എന്ന് പറയാം ഓണറായിട്ടിരിക്കുന്നവര്, അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതായത് പേഷ്യന്റ് മീൻസ് അതായത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കുക എന്നുള്ളതാണ്, ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അവർക്ക് വർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ആവശ്യമായുള്ള വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വമാണ്, ലബോറട്ടറി മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, ഇതാണ് കേട്ടോ ഇവിടെ പറയുന്നേ. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? പിന്നെ നമുക്ക് ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാന്നുള്ളൂ. അതായത് ലബോറട്ടറി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ, അതായത് ലബോറട്ടറിയുടെ നടത്തിപ്പുകാര്, അതിന്റെ മുതലാളി ആയിട്ടിരിക്കുന്നവരെന്ന് പറയില്ലേ നമ്മള്, അവരുടെ ഉത്തരവാദിത്വമാണ് എന്ത്, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റിസോഴ്സുകൾ എത്തിച്ചു കൊടുക്കാം. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ടെസ്റ്റുകളൊക്കെ എക്സാമിൻ ചെയ്യാനുള്ള ഉപകരണങ്ങളാവാം, അതിന് നമുക്ക് റിസോഴ്സ് എന്ന് പറയാം അല്ലെ. അതുപോലെ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക. ദെൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി ആണെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? then അടുത്തത് ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഷുഡ് എക്സാമിൻ ദ ഫോളോവിങ്. അതായത് നല്ലൊരു ലബോറട്ടറി താഴെ പറയുന്ന രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, നമുക്കത് നോക്കാം എങ്ങനെയാണ് അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് വൺ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സൈനേജ്. Signage within or outside the facility should be made available that consist of the following information: name, registration number, service offered, working hours, contact number, fees for different test and service. Okay, അതായത് സൈനേജുകൾ ഉണ്ടായിരിക്കാം. സൈനേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്, ഒന്ന് കമന്റ് ചെയ്തേ. എന്താണ് സൈനേജ്? സൈനേജ് എന്താ? ബോർഡുകൾ അല്ലേ. ആരുടെ പറയുന്നത്, അതായത് സൈനേജ് എന്ന് പറഞ്ഞാല് ബോർഡുകളാണ് കേട്ടോ. എന്താണ്, അതായത് ഒരു ലബോറട്ടറിയുടെ അകത്തും ഒരു ലബോറട്ടറിയുടെ പുറത്തും എന്തുണ്ടായിരിക്കാം, ആ ഒരു ലബോറട്ടറിയെ സൂചിപ്പിക്കുന്ന സൈനേജുകൾ സ്ഥാപിക്കുക, അതായത് ബോർഡുകൾ സ്ഥാപിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ബോർഡുകളിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്? ലബോറട്ടറിയുടെ പേര്, ലബോറട്ടറിയുടെ നെയിം വേണം. ദെൻ ലബോറട്ടറിയുടെ രജിസ്ട്രേഷൻ നമ്പർ, ഞാൻ പറഞ്ഞു അല്ലെ, ഒരു അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന ലൈസൻസോട് കൂടി മാത്രമാണ് ലബോറട്ടറിക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. ഇപ്പൊ രജിസ്ട്രേഷൻ നമ്പർ, യൂണിക് ആയിട്ടുള്ള ഒരു നമ്പർ ലബോറട്ടറിക്ക് ഉണ്ടാകും. ദെൻ സർവീസ് ഓഫേർഡ്, എന്തൊക്കെ സേവനങ്ങളാണ് ലബോറട്ടറി അവിടെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് അവിടെ ചെയ്യുന്നത്. ദെൻ വർക്കിംഗ് അവേഴ്സ് അല്ലെ, അതായത് എത്ര സമയമാണ് ലബോറട്ടറി പ്രവർത്തിക്കുന്നത്. ഇപ്പൊ രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെ ആണെങ്കിൽ ആ ഒരു വർക്കിംഗ് അവർ അവിടെ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ടാകണം. ദെൻ കോണ്ടാക്ട് നമ്പർ അല്ലെ, അതായത് ആ ലബോറട്ടറിയുടെ ബന്ധപ്പെടാനുള്ള നമ്പർ അല്ലെ. ഇപ്പൊ നമുക്ക് ചിലവർക്കൊക്കെ എന്താണ്, ഡയറക്റ്റ് പോയിട്ട് ചിലപ്പോൾ ടെസ്റ്റ് റിസൾട്ട് ഒന്നും വാങ്ങിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ എല്ലാ ലബോറട്ടറികളും എന്താണ്, വാട്സപ്പ് അല്ലെങ്കിൽ ഇമെയിൽ സംവിധാനം ലഭ്യമാണ് അല്ലെ. നമ്മൾക്കിപ്പോ ചെന്ന് മേടിക്കാനൊക്കെ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വാട്സപ്പിൽ എന്ത് ചെയ്യും, നമ്മുടെ ടെസ്റ്റ് റിസൾട്ട് നമുക്ക് അയച്ചു തരും. അപ്പൊ കോണ്ടാക്ട് നമ്പർ വേണം. ദെൻ ഫീസ് ഫോർ ഡിഫറെന്റ് ടെസ്റ്റ് ആൻഡ് സർവീസ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള സർവീസ്, അതായത് ടെസ്റ്റുകൾക്കും മറ്റും ഉള്ള എമൗണ്ട് എത്രയാണ് ഓരോ ടെസ്റ്റിനും വേണ്ടിയിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യണം, അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം.
നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലബോറട്ടറികളിൽ എന്തൊക്കെ സേവനങ്ങളാണ് സേവനത്തിന് വേണ്ടിയിട്ടുള്ള ഇത് കണ്ടിട്ടുണ്ടല്ലോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ കണ്ടിട്ടില്ല. ലബോറട്ടറികളിൽ സാധാരണ കാണുന്നത് നെയിം ഉണ്ട്, രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സർവീസുകൾ ചിലപ്പോൾ ഒരു വേറൊരു ബോർഡിൽ സ്പെസിഫൈ ചെയ്ത് അവിടെ പതിപ്പിച്ചിട്ടുണ്ടാവും. വർക്കിംഗ് അവേഴ്സ് എന്തായാലും ഉണ്ടാവും, കോണ്ടാക്ട് നമ്പർ. പിന്നെ ഈ ഒരു കാര്യത്തിലാണ് സംശയം കൂടുതൽ ഉണ്ടാവാറുണ്ട് അല്ലെ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. റുക്കു ഷാലു ലബോറട്ടറിയില് എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ലബോറട്ടറി പോസ്റ്റ് എന്താണ്? ഏത് പൊസിഷനാ? ഇത്രയും പറഞ്ഞില്ലേ, ഏതായിരുന്നു പൊസിഷൻ? എല്ലാരും വർക്ക് ചെയ്യുന്നുണ്ട്. എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ലബോറട്ടറിയില്? ബ്ലഡ് കളക്ഷൻ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇവർക്കൊക്കെ ഒരുവിധം അറിയാനായിട്ട് സാധിക്കും. വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് സൈനേജിനെ കുറിച്ചാണ്. അപ്പൊ അതാണ്, അതായത് ഒന്നില്ലെങ്കിൽ എന്താണ് അടയാളങ്ങളോ പ്രതീകങ്ങളോ ഒക്കെ എന്ത് ചെയ്യണം? ലബോറട്ടറിയുടെ ഉള്ളിലും ലബോറട്ടറിയുടെ പുറത്തും എന്ത് ചെയ്തിരിക്കണം? വെച്ചിരിക്കണം. അതിനകത്ത് ഇന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്. യൂസ് സേഫ്റ്റി സൈനേജ് ആസ് ആപ്ലിക്കബിൾ. അതായത് എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ്, അതായത് സുരക്ഷയോടനുബന്ധിച്ച് പേഷ്യന്റ് സുരക്ഷ, അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സുരക്ഷ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് വാർണിംഗ് സൈൻസോട് കൂടിയിട്ടുള്ള എന്താ പറയാ സേഫ്റ്റി പ്രിക്കോഷൻസോട് കൂടിയിട്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ചിരിക്കണം എന്നാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, വാർണിംഗ് സൈൻസോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ സേഫ്റ്റി പ്രിക്കോഷൻസോട് കൂടിയിട്ടുള്ള സൈൻസുകൾ. ഇപ്പൊ നമ്മള് ചില ലബോറട്ടറിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് ക്രോസ് ചിഹ്നമൊക്കെ എടുത്ത് ചില ഡോറിന്റെ അവിടെയൊക്കെ എന്താണ് ക്രോസ് ചിഹ്നമൊക്കെ ഉണ്ടാവും അല്ലെ? അതുപോലെ തന്നെ ചില സൈഡിലായിട്ട് എന്താണ് റെസ്ട്രിക്റ്റഡ് ഏരിയ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യില്ല, സാധാരണക്കാരായിട്ടുള്ള ആളുകളൊന്നും എന്ത് ചെയ്യില്ല, അവിടേക്ക് അലൗ ചെയ്യില്ല അല്ലെ, കടത്തി വിടില്ല. അപ്പോ പേഷ്യന്റിന് അവിടെ വരുന്ന ആളുകളുടെ സേഫ്റ്റിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്, സേഫ്റ്റിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാർണിംഗ് സൈൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാർണിംഗ് ബോർഡുകളൊക്കെ ലബോറട്ടറിയിൽ സ്ഥാപിക്കുന്നത്. രണ്ട് പോയിന്റ് ക്ലിയർ ആണോ? സൈനേജും എസെൻഷ്യൽ ഹെൽത്ത് സേഫ്റ്റി റെഗുലേഷനും ക്ലിയർ? മൂന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. എമർജൻസി പ്ലാൻസ്, ഫയർ, കെമിക്കൽ സ്പില്ലേജ്, ലാബ് ആക്സിഡന്റ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻസ്. ഓക്കെ, അതായത് എമർജൻസി പ്ലാൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഒരു നല്ല ലബോറട്ടറിക്ക് എന്ത് വേണം? എമർജൻസി പ്ലാൻസ് ഉണ്ടായിരിക്കണം അല്ലെ? അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്തിനെ തടയാനുള്ള എമർജൻസി പ്ലാൻസ് ആണ്. ഫയർ, ചില സമയത്ത് നമുക്ക് തീപിടുത്തം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ലബോറട്ടറികളില്. ഇനി കെമിക്കൽ സ്പില്ലേജ്, രാസചോർച്ച അല്ലെ? അതായത് ധാരാളം കെമിക്കൽസ് എന്ത് ചെയ്യുന്നുണ്ട് ലബോറട്ടറികളിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഞാൻ പറഞ്ഞല്ലോ കുറെ കെമിക്കൽസ് ഉണ്ട്. ഇപ്പൊ സോഡിയം സിട്രേറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് കോട്ടാവാതിരിക്കാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലബോറട്ടറിയിൽ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് ചിലപ്പോൾ ചോർച്ച വരാം. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എമർജൻസി പ്ലാൻസ്. ലാബ് ആക്സിഡന്റ്സ് അല്ലെ? എന്തെങ്കിലും ഇപ്പൊ ലാബിന്റെ എന്തെങ്കിലും ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്ലാസ് ഒക്കെ പൊട്ടി നിലത്തൊക്കെ വീഴില്ലേ, അല്ലെങ്കിൽ ആ ഒരു ബ്ലഡ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിനെയാണ് എന്ത് പറയുന്നത്? ലാബ് ആക്സിഡന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻസ്, അതായത് എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ വരുന്നതിന് മുന്നോടിയായിട്ട് ഓക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളൊക്കെ എവിടെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എമർജൻസി പ്ലാൻസ് പ്രിപ്പറേഷൻ നടപടികൾ എന്ത് ചെയ്യണം, നേരത്തെ തന്നെ മുൻകൂട്ടി എന്ത് ചെയ്തിരിക്കണം, സെറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോ ഫയറുമായി ബന്ധപ്പെട്ട് കെമിക്കൽ സ്പില്ലേജ്, ലാബ് ആക്സിഡന്റ്സ്, ഡിസാസ്റ്റർ, ഇതിനെയൊക്കെ മുൻകൂട്ടി തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എമർജൻസി പ്ലാൻസ് ലബോറട്ടറികളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ കോൺസ്റ്റന്റ് പവർ സപ്ലൈ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? അതായത് സ്ഥിരമായിട്ട് എന്ത് വേണം, വൈദ്യുതി ഉണ്ടായിരിക്കണം. ഒരു സെക്കൻഡ് പോലും എന്താവരുത്, വൈദ്യുതി ഇല്ലാതിരിക്കരുത് അവിടെ. ഓക്കെ, അതായത് നമുക്കറിയാം
ധാരാളം ആളുകൾ വരുന്ന ലബോറട്ടറി ആണ് അല്ലെ. അപ്പോ അവർക്ക് ടെസ്റ്റുകളും മറ്റൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു പവർ സപ്ലൈ ആവശ്യമാണ് അല്ലെ. എന്നാൽ മാത്രമേ അവർക്ക് കറക്റ്റ് സമയത്ത് നമുക്ക് എന്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ? റിസൾട്ടുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ സ്ഥിരമായിട്ട് ഒരു വൈദ്യുതി ഉണ്ടായിരിക്കണം. അതിപ്പോ ഹോസ്പിറ്റലിലാണെങ്കിലും അതുപോലെ തന്നെ ലബോറട്ടറിയിലാണെങ്കിലും എപ്പോഴും എന്ത് വേണം? പവർ സപ്ലൈ നിർബന്ധമാണ്. ഹോസ്പിറ്റലിൽ തന്നെ EFS എന്നാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയിൽ വരുന്നില്ല. അതായത് ഹോസ്പിറ്റൽ സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ഒരു പവർ സപ്ലൈയുടെ പേരാണിത് EFS. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ പവർ സപ്ലൈ ചെയ്യുന്നത്. പ്രത്യേകമായിട്ടൊരു സിസ്റ്റമാണ് കേട്ടോ. അതായത് കറന്റ് കട്ടാവാതിരിക്കാനായിട്ട് അതിനുള്ള മുൻതൂക്കം, അതായത് മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിസ്റ്റമാണ് EFS എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്പിറ്റലുകളിൽ കറന്റ് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല ഞാൻ, ഏതൊരു ചാപ്റ്ററിൽ കുട്ടികൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് മുമ്പ്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു ലബോറട്ടറിയിലും എന്ത് ചെയ്യുന്നത്? സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നത്? വൈദ്യുതി നിർത്തുന്നത് കേട്ടോ. ഇതെന്തായാലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അടുത്തതെന്ന് പറയുന്നത് വെന്റിലേഷൻ, എൻവയൺമെന്റ് കൺട്രോൾ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി എക്സെട്ര ആൻഡ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. ഓക്കെ, വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വായു സഞ്ചാരം അല്ലെ. അതായത് വായു പ്രവാഹം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എൻവയൺമെന്റ് കൺട്രോൾ, അവിടുത്തെ എൻവയൺമെന്റ്, ലബോറട്ടറിയിലെ എൻവയൺമെന്റ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കണം. അതായത് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ പറഞ്ഞിരിക്കുന്ന ടെമ്പറേച്ചർ ഒരു നിശ്ചിത ടെമ്പറേച്ചറിലായിരിക്കണം. ഇത് സാമ്പിൾസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുമ്പോൾ അതൊക്കെ സൂക്ഷിക്കേണ്ടത് ഒരു നിശ്ചിത ടെമ്പറേച്ചറിലായിരിക്കണം. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി അല്ലെ, ആർദ്രത അല്ലെങ്കിൽ ഈർപ്പം എന്ന് പറയും, അതൊക്കെ എന്താണ്? ഒരു നിശ്ചിത രീതിയിലായിരിക്കണം ലബോറട്ടറികളിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, നമുക്ക് വെട്ടവും വെളിച്ചവും ഒന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു സാധാരണ നമുക്ക് ടെസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ട് എന്ത് വേണം? വെളിച്ചം ആവശ്യമാണ്, ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആവശ്യമാണ്. അപ്പൊ വെന്റിലേഷൻ വേണം, അതുപോലെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ എന്താണ്? പ്രോപ്പർ ആയിട്ട് ലബോറട്ടറിക്ക് വേണ്ട രീതിയിൽ എന്ത് ചെയ്തിരിക്കണം? സെറ്റ് ചെയ്തിരിക്കണം. Then communication facility with the referral centers. അതെന്താണെന്ന് കമന്റ് ചെയ്തേ നിങ്ങള്. എന്താണ് റഫറൽ സെന്റേഴ്സ്? ആരെങ്കിലും ഒരാളൊന്ന് കമന്റ് ചെയ്തേ. റഫറൽ സെന്റേഴ്സ് എന്ന് പറയുന്നത് എന്തിനാ ഇവിടെ? റഫറൽ സെന്റേഴ്സ് ആരാണ്? കമന്റ് ചെയ്തേ. ആരാണ് റഫറൽ സെന്റേഴ്സ്? കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, അതായത് റഫറൽ സെന്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം എന്നാ പറയുന്നത്. അപ്പൊ ആരാണ് റഫറൽ സെന്റേഴ്സ്? റഫറൽ സെന്റേഴ്സ് എന്ന് പറഞ്ഞ ആരെയാണ്? ലാബിൽ വർക്ക് ചെയ്യുന്ന ആളുകളില്ലേ? എന്താണ് റഫറൽ സെന്റേഴ്സ്? ഹോസ്പിറ്റൽ അല്ല, ലാബിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ രണ്ടുപേര്. റുക്കു ആണോ? എന്താണ് റഫറൽ സെന്റേഴ്സ് എന്ന് പറഞ്ഞാല്? ലബോറട്ടറിക്ക് മറ്റ് ലാബുകൾ കേട്ടോ. റുക്കു ഷാലോ ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് ലാബുകളെയാണ് എന്ത് പറയാ? റഫറൽ സെന്റേഴ്സ് എന്ന് പറയാം. അനദർ ലാബ്സ്. ഓക്കെ, അതായത് നമ്മളിപ്പോ സാധാരണയായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ലാബുകളിലല്ലേ പോവുക. അങ്ങനെ പോകുമ്പോൾ കൂടുതലും അതായത് കോമൺ ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ആണെങ്കിൽ അവിടെ ചെയ്യും അല്ലെ. അപ്പൊ നമ്മള് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, റിസൾട്ട് എപ്പോഴാ കിട്ടാന്ന് ചോദിക്കും അല്ലെ. അവിടെ ചേച്ചിനോട് ചേട്ടനോട് ചോദിക്കും എപ്പോഴാണ് റിസൾട്ട് ആവാന്ന് ചോദിക്കും. കാരണം എന്താണ്? നമുക്ക് ആ റിസൾട്ട് കിട്ടിയാലാണ് ആ റിസൾട്ടുമായിട്ട് ഡോക്ടറുടെ അടുത്ത് ചെല്ലാൻ പറ്റും. അതിനെ തുടർന്നാണ് നമുക്ക് ട്രീറ്റ്മെന്റ് ആരംഭിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ അവര് പറയും ഒന്നല്ലെങ്കിൽ ഉച്ചയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ ഈവനിങ് ആവുന്നൊക്കെ നമ്മളോട് പറയും അല്ലെ. ഇനി ചില ടെസ്റ്റുകളാണെങ്കിൽ അവര് പറയും 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ടെസ്റ്റുകൾ കിട്ടാന്ന് പറയും അല്ലെ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം ആ ലാബില് അത് നോക്കാനുള്ള ഫെസിലിറ്റി ഇല്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും അവര്? ഈ ഫെസിലിറ്റി ഉള്ള മറ്റു ലാബുകളിലേക്ക് എന്ത് ചെയ്യും? ഈ സാമ്പിൾസ് എന്ത് ചെയ്യും? അയക്കും. ഓക്കെ, സാമ്പിൾസ് അയച്ചിട്ട് എന്ത് ചെയ്യും? ഓക്കെ, അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവരാണ് എന്ത് ചെയ്യുന്നത്? മറ്റു ലാബുകളാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് സാമ്പിൾ ടെസ്റ്റ് റിസൾട്ടുകൾ തരുന്നത്. ഓക്കെ, അപ്പോ എപ്പോഴും ഓരോ ലാബിലും, അതായത് പല പല ലാബുകൾ ഉണ്ട്, കൂടുതലും ഒരു ലാബ് തന്നെയായിരിക്കും കൂടുതൽ പേരും കൂടുതൽ ലാബുകളും പ്രിഫർ ചെയ്യുന്നത്. അപ്പോ അവരുമായിട്ട് എപ്പോഴും എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ധാരാളം രോഗികൾ വരുന്നതാണ് അല്ലെ. സാമ്പിൾസ് അവരുടെ കളക്ട് ചെയ്ത് വെക്കും.
ഒരു ദിവസം തന്നെ പല സാമ്പിൾസ് എന്ത് ചെയ്യാനുണ്ടാവും, അയക്കാനായിട്ട് ഉണ്ടാവും. അപ്പൊ അവരുമായിട്ട് എന്ത് വേണം, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി നിർബന്ധമായിട്ട്, അതായത് ഒരു ആശയവിനിമയത്തിനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കണം റെഫറൽ സെന്റേഴ്സുമായിട്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻ സാമ്പിൾസ് ടു റെഫറൽ സെന്റേഴ്സ്. ഓക്കെ, അതായത് ഈ സ്പെസിമെൻ, അതായത് ഈ സാമ്പിളുകള് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം അല്ലെ. അതായത് മറ്റ് ലാബുകളിലേക്ക് അയക്കണ്ടേ, തനിയെ പോവില്ലല്ലോ, നമ്മൾ എന്ത് ചെയ്യണം, അതിനു വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം ഒരുക്കണമല്ലോ. സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്ത് ഇപ്പൊ ഒരു 10 അല്ലെങ്കിൽ 20 രോഗികളുടെ തന്നെ ഒരു ദിവസം തന്നെ എന്തുണ്ടാകും, സാമ്പിള് അതിലും കൂടുതൽ ഉണ്ടാവും കേട്ടോ. എന്താണ്, സാമ്പിള് കളക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുണ്ടാവും. അതിനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം ഒരുക്കി സാമ്പിള് മറ്റ് ലാബുകളിൽ എത്തിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, lab areas that contain carcinogens, radioisotopes, biohazards and lasers should be correctly marked with the proper warning signs. ലാബ് ഏരിയാസ് എന്ന് പറയുന്നത് ധാരാളം ഘടകങ്ങളോടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതിനകത്ത് ഒന്നാണ് കാർസിനോജൻസ് എന്ന് പറയുന്നത്. എന്താണ് കാർസിനോജൻസ് ഒന്ന് കമന്റ് ചെയ്ത് അറിയാവുന്നവര്. കാർസിനോജൻസ് എന്താ? കാർസിനോജൻസ് ക്യാൻസർ കോസിംഗ് അല്ലെ. ദ ഏജൻസ് ദാറ്റ് പ്രൊമോട്ടിംഗ് ക്യാൻസർ കേട്ടോ, എഴുതിയെടുത്തോളൂ. ദ ഏജൻസ് ദാറ്റ് പ്രൊമോട്ടിംഗ് ക്യാൻസർ. ദ ഏജൻസ് ദാറ്റ് പ്രൊമോട്ടിംഗ് ക്യാൻസർ. അപ്പോ ഒരു ലാബില് ഉണ്ടായിരിക്കുന്ന എന്താ പറയാ, ഉൾക്കൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഉള്ള ഘടകങ്ങളാണെന്ന് കാർസിനോജൻസ്, ക്യാൻസർ ഉണ്ടാക്കുന്ന ഏജൻസ്. ദെൻ റേഡിയോ ഐസോട്ടോപ്സ്, ലബോറട്ടറികളിൽ ഉണ്ടാവുന്ന ഒന്നാണ് റേഡിയോ ഐസോട്ടോപ്സ് എന്ന് പറയുന്നത്. അടുത്ത പോലെ തന്നെ ബയോഹസാർഡ്സ്. ബയോഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജൈവപരമായിട്ടുള്ള മാലിന്യങ്ങൾ. ഓക്കെ, അതായത് ധാരാളം ആളുകൾ വരുന്ന ഒരിടമാണ് ലാബ്. പല രോഗങ്ങളുമായിട്ട് വരുന്നവരാണ് അല്ലെ അവര്. അവരുടെ സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ എന്താണ്, ധാരാളം രോഗാണുക്കൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും ഒരു ഏരിയയിൽ. ഓക്കെ, അപ്പോ അതിനെയാണ് എന്ത് പറയുന്നത്, അതായത് ബയോഹസാർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ യൂറിൻ സാമ്പിൾ ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജൈവമാലിന്യങ്ങൾ. ലേസേഴ്സ്. ലേസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, തീവ്രപ്രകാശം. തീവ്രപ്രകാശം അതായത് ഭയങ്കരമായിട്ട് ലൈറ്റിംഗ് ഉള്ള ഏരിയകളും ലാബിൽ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് മാർക്ക് ചെയ്ത് വാർണിംഗ് സൈൻസോട് കൂടി എന്ത് ചെയ്തിരിക്കണം, അടയാളപ്പെടുത്തിയിരിക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ കാർസിനോജൻസ്, അതുപോലെ റേഡിയോ ഐസോട്ടോപ്സ്, ബയോഹസാർഡ്സ്, ലേസേഴ്സ്, ഇങ്ങനെയുള്ള ഏരിയകളൊക്കെ ഉണ്ട്. അതായത് അത് എന്താ പറയാ, അടങ്ങിയിട്ടുള്ള ധാരാളം ഏരിയകള് ലബോറട്ടറിയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിനെ കൃത്യമായിട്ടുള്ള വാർണിംഗോട് കൂടി, കൃത്യമായിട്ടുള്ള സൈനിങ് ബോർഡുകളോട് കൂടി എന്ത് ചെയ്യണം, അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ലബോറട്ടറിയിൽ ഇത്രയും പോയിന്റ് പറഞ്ഞതില്. ഓക്കെ, the next one, to issue cross-contamination, the basic infrastructure facilities should have separated designated areas for reception, for specimen collection, for waiting, for work area, disposal area, cleaning of glass layers, toilet facilities, for staff and for patients. Okay, ഇവിടെ എന്താ പറയുന്നേ, ടു ഇഷ്യൂ എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇഷ്യൂ എന്ന് പറഞ്ഞാല് ഒഴിവാക്കുക എന്നാണ് കേട്ടോ. ഒന്ന് അവിടെ അടയാളപ്പെടുത്തി വെക്കുക. ESCHEW അറിയാത്തവരെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക കേട്ടോ. ഒഴിവാക്കുക, അതാണ് അതിന്റെ മീനിങ്. പിന്നെ ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നുണ്ട്. ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്ഫർ ഓഫ് മൈക്രോ ഓർഗാനിസം. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ്. ഓക്കെ, ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ESCHEW എന്ന് പറയുന്നുണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്ഫർ ഓഫ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, സൂക്ഷ്മ രോഗാണുക്കൾ അല്ലെ. ഓക്കെ, അതിന്റെ വ്യാപനം കേട്ടോ, ട്രാൻസ്ഫർ ഓഫ് മൈക്രോ ഓർഗാനിസം.
ഓക്കെ, ഇവിടെ എന്താണ് പറയുന്നത്? മൈക്രോ ഓർഗാനിസത്തിന്റെ വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഷുഡ് ഫോർ, അതായത് അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള എന്തൊക്കെയാണ്? റിസപ്ഷൻ ഏരിയ, ദെൻ സ്പെസിമെൻ സാമ്പിൾ കളക്ഷൻ ഏരിയ, വെയിറ്റിംഗ് ഏരിയ, വർക്ക് ഏരിയ, ദെൻ ഡിസ്പോസൽ ഏരിയ, ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയേഴ്സ്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, അത് സ്റ്റാഫിനുമുണ്ട് പേഷ്യൻസിനുമുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്തിരിക്കണം? സെപ്പറേറ്റ് ചെയ്ത് ഇട്ടുണ്ടായിരിക്കണം. അതായത് നമ്മൾ ഈ കാണുന്ന ഏരിയകളൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല? അലക്ഷ്യമായിട്ട് ഇടാനായിട്ട് പാടില്ല. ഓക്കെ, ഇപ്പൊ എല്ലാ ഏരിയകളും കൂടി കൂട്ടിക്കൊഴിച്ചിട്ടാൽ എന്താണ് ഉണ്ടാവുക? അവിടെയുള്ള എല്ലാവർക്കും രോഗം പിടിപെടും അല്ലെ? അവിടെ വരുന്ന പേഷ്യൻസിനാണെങ്കിലും അവിടെയുള്ള സ്റ്റാഫുകൾക്കായാലും ഒക്കെ എന്താണ്? കൂടുതൽ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ തടയുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഏരിയകളും പ്രത്യേകം പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? ഡിസൈൻ ചെയ്തിരിക്കണം. എല്ലാ ഏരിയയിലും എന്ത് ചെയ്യാൻ പാടില്ല? ആളുകളെ കയറ്റാനായിട്ട് പാടുള്ളതല്ല അല്ലെ? അതായത് സ്പെസിഫിക്, അതായത് ഇന്ന സൈൻ ബോർഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് റെസ്ട്രിക്ഷൻ വേണ്ട സ്ഥലത്തൊക്കെ എന്ത് ചെയ്യണം? റെസ്ട്രിക്ഷൻ കൊടുത്തിരിക്കണം. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഏരിയകളും ഉണ്ടായിരിക്കുന്നത് പറയാനായിട്ട് കാരണം ഈ ഒരു രോഗാണുക്കളെ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാം അല്ലെ, സ്റ്റാഫുകൾക്ക് സെപ്പറേറ്റ് ടോയ്ലറ്റ് ആയിരിക്കും ഉണ്ടാവുക, അവിടെയുള്ള പേഷ്യൻസിന് സെപ്പറേറ്റ് ടോയ്ലറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അതായത് രോഗികൾ കൂടുതലും രോഗങ്ങളുമായിട്ടാണ് വരുന്നത്, അവരിൽ നിന്ന് അവിടെയുള്ള സ്റ്റാഫുകളിലേക്കും എന്ത് പടരാനായിട്ട് സാധ്യതയുണ്ട്? രോഗം പടരാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും അവരവരുടെ ടോയ്ലറ്റിന്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ടായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, then next last one, specimen sample slide storage facility including cold storage wherever applicable. Only authorized personnel should have access to examination area, record keeping areas. അതായത് ഈ സ്പെസിമെൻ, അതായത് ഈ സാമ്പിളുകളൊക്കെ കളക്ട് ചെയ്തിട്ട് ചിലപ്പോ ആ ഒരു സാമ്പിളൊക്കെ അന്നൊക്കെ ചെക്ക് ചെയ്യണം എന്നില്ല, ടെസ്റ്റ് ചെയ്യണം എന്നില്ല, ചിലപ്പോ സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യങ്ങൾ വരാം. അപ്പൊ എന്ത് ചെയ്യും? ഇത് കോൾഡ് സ്റ്റോറേജിലായിരിക്കും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുക. അതായത് ഒരു സാധാരണ താപനിലയിൽ നിന്ന് എന്താണ് ടെമ്പറേച്ചറിൽ നിന്ന് വളരെ കുറവായിട്ടുള്ള ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? ഈ ഒരു സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ? കോൾഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് അതായത് ഫ്രോസൺ ആയിട്ട്, അതായത് ഭയങ്കരമായിട്ട് നമ്മൾ തണുപ്പിച്ചിട്ടൊക്കെ എന്താണ് കളക്ട് ചെയ്തിട്ടൊക്കെ വെക്കില്ലേ? അതായത് ഭയങ്കര സ്റ്റോറേജിൽ, കോൾഡ് സ്റ്റോറേജിലൊക്കെ വെക്കുന്ന സാമ്പിൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അങ്ങനെ സൂക്ഷിച്ചു വെക്കണം. അതുപോലെ തന്നെ ഈ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക്, അതായത് ലാബ് ഏരിയയിലേക്ക് എല്ലാവർക്കും തന്നെ പ്രവേശനം അനുവദിക്കുന്നതല്ല അല്ലെ? അവിടെ നിൽക്കുന്ന, അതായത് അനുയോജ്യമായിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ടെസ്റ്റുകൾ ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു ഏരിയയിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ ഇന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ലാബുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗുഡ് ലബോറട്ടറി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ, അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ലാസ്റ്റ് വൺ പറയണോ? ഓക്കെ, അതായത് ചില സാമ്പിൾസ് ഒക്കെ നമ്മൾക്ക് അന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ സാമ്പിൾസ് ഒക്കെ എന്ത് ചെയ്യും? കോൾഡ് സ്റ്റോറേജിൽ, അത് ഫ്രോസൺ ആക്കിയാണ് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള, അതായത് ഈ സാമ്പിൾസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ ആ ഏരിയയിലൊക്കെ, അതായത് ഈ ഒരു ഫ്രോസൺ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്കൊക്കെ എൻറ്റർ ചെയ്യുക സാധാരണ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. സാധാ ആളുകളും അതുപോലെ തന്നെ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന മറ്റ് സ്റ്റാഫുകളും ഒന്നും എന്ത് ചെയ്യില്ല, അങ്ങോട്ടേക്ക് പ്രവേശിക്കില്ല. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പോ അംഗീകൃതമായിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുക, അങ്ങോട്ട് പ്രവേശിക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, പാരസൈറ്റോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ് ആണ്. ദെൻ പാരസൈറ്റ് ഡിസീസിനെയാണ് പാരസൈറ്റോളജി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അബ്ഡോമിനൽ ഇൻഫെക്ഷൻ, ദെൻ ഡയറിയ. ഇനി ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന അസുഖങ്ങളെയാണ് എന്ത് പറയുന്നത്? ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്. ദെൻ അതിന് നമുക്ക് പറയാനായിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്
ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. മാം ഇതിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഇമ്പോർട്ടന്റ് ആണോ? ഇല്ല, അത് അധികം ഇതില്ല. അത് ജസ്റ്റ് ഒന്ന് കോമൺ ആയിട്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആയോ നമുക്ക്? യെസ് മാം, ക്ലിയർ ആയി. ക്ലിയർ ആയല്ലേ? ഓക്കെ, പാരസൈറ്റോളജി എന്താ കാരുണ്യ? പാരസൈറ്റിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസും അതുപോലെ തന്നെ അവ ഉണ്ടാക്കുന്ന ഡിസീസിനെ കുറിച്ചുള്ള സ്റ്റഡീസ്. സ്റ്റഡി ഓഫ് ഇമ്മ്യൂണോളജി എന്താ വിജിശ്യാമ? ഇമ്മ്യൂണോളജി എന്താ? Diagnosis congenital and acquired disease of human immune system. Example typo. എക്സ്പ്ലെയിൻ ചെയ്തത് ഇമ്മ്യൂണോളജി. അതായത് ജന്മന ഉള്ളതോ അല്ലെങ്കിൽ നമ്മൾ ആർജിച്ചതോ ആയിട്ടുള്ള അസുഖങ്ങളെ ഇമ്മ്യൂൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത് ഡയഗ്നോസ് ചെയ്യാനായിട്ട്. ലെച്ചൂസ്തനും ഉണ്ടോ? സെറോളജി എന്നൊരാള് പറയട്ടാ. സെറോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് ആണ്. അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ആന്റിബോഡീസിനെ കണ്ടുപിടിക്കുക. നമ്മുടെ ശരീരത്തിലെ ബ്ലഡിനകത്തുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ആന്റിബോഡീസിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് സെറോളജി. ഓക്കെ, ദെൻ ബയോകെമിക്കൽ അനാലിസിസ് എന്താണ് വിജിശ്യാമേ? ബയോകെമിക്കൽ അനാലിസിസ് അത് നമ്മുടെ ശരീരത്തിലെ എൻസൈംസ്, അതുപോലെ തന്നെ പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ഹ്യൂമൻ ഇതൊക്കെ സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ദെൻ ഹോർമോണൽ അസേസ് എന്താണ്? ഹോർമോണൽ അസേസ് വിജി തന്നെ പറഞ്ഞോളൂ. ഹോർമോണൽ അസേസ് അത് നമ്മുടെ ശരീരത്തിലെ ഹോർമോണൽ അബ്നോർമാലിറ്റീസിന്റെ കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, മെഡിക്കൽ MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യന്റെ എന്താ പറയാ റെസ്പോൺസിബിലിറ്റീസും അതുപോലെ എഡ്യൂക്കേഷണൽ ട്രെയിനിങ് ഒരാൾ പറഞ്ഞു. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യന്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത് അവർക്ക് പതിവായിട്ടുള്ള ടെസ്റ്റുകളെ അതിനെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുക, അവരുടെ സൂപ്പർവിഷന്റെ അണ്ടറിൽ, അതായത് MLT എന്നിവരുടെ സൂപ്പർവിഷന്റെ അണ്ടറിൽ പതിവായിട്ടുള്ള ടെസ്റ്റുകളെ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി വരുന്നത്. അവർക്ക് യോഗ്യത അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ട്രെയിനിങ് എന്ന് പറയുന്നത് ഡിഗ്രി അസോസിയേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കംപ്ലീഷൻ ചെയ്തിരിക്കണം. അതിനോടൊപ്പം തന്നെ MLTയിൽ ഡിഗ്രി ചെയ്തിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ലൈസൻസ് അതായത് സർട്ടിഫിക്കേഷൻസ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും ആവശ്യമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ മാം, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയട്ടെ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. നെക്സ്റ്റ് ആരാടാ? നിഷ മാം. ട്യൂസ്ഡേ. ഓക്കെ.